വൈകുന്നേരമാകുമ്പോഴേക്കും ആക്രമണങ്ങളുടെ ഒരു ആകത്തുകയായി ഒട്ടനവധി കാര്യങ്ങൾ പുറത്തു വരുന്നു. ഏറ്റവും പ്രധാനമായത് ഈ ട്രംപിൻ്റെ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിൽ ഒരു പ്രതികരണം വരുന്നു. ടു ലേറ്റ് എന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. ഇനി ചർച്ചകൾക്ക് ഉള്ള മുഴുവൻ വഴികളും അടഞ്ഞിരിക്കുന്നു എന്ന് ട്രംപ് വ്യക്തമാക്കുന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. വിനോദ്, മറ്റ് എന്തൊക്കെ തരത്തിലുള്ള പ്രതിസന്ധികളുണ്ട് എന്നാണ് വിനോദിൻ്റെ നിരീക്ഷണം? മനു, 4-ാം ദിവസത്തിലേക്ക് യുദ്ധം കടക്കുമ്പോൾ ഇത് അവസാനിക്കുന്നതിനുള്ള ഒരു ലക്ഷണവും കാണുന്നില്ല. മാത്രമല്ല, യുദ്ധം കടുപ്പിക്കാനാണ് ഇസ്രയേലും അമേരിക്കയും തീരുമാനിച്ചിട്ടുള്ളത്. ട്രംപ് സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ട്രൂത്ത് സോഷ്യൽ. അതിലൂടെ അദ്ദേഹം പറയുന്നത് സമയം ഒരുപാട് വൈകി, ഇനി ചർച്ചകൾക്ക് സാധ്യതയില്ല. മാത്രമല്ല, വ്യോമ നാവിക സംവിധാനങ്ങളെ, ഇറാൻ്റെ ഈ സംവിധാനങ്ങളെയെല്ലാം തരിപ്പണമാക്കി കുറച്ചുകൂടി യുദ്ധം മുന്നോട്ട് പോകേണ്ടി വരും എന്ന നിലയ്ക്ക് തന്നെയാണ്. അതായത് ഇറാനെ പൂർണ്ണമായും കീഴ്പ്പെടുത്തുക എന്ന നിലയിൽ തന്നെയാണ്. ഇത് ചേർത്ത് വായിക്കേണ്ടത് നേരത്തെ നെതന്യാഹു നടത്തിയ പരാമർശവുമായി ബന്ധപ്പെട്ടാണ്. നെതന്യാഹു പറഞ്ഞത് ഇത് വർഷങ്ങളോളം നീണ്ടു നിൽക്കാൻ പോകുന്ന യുദ്ധമൊന്നുമല്ല, വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഈ യുദ്ധം അവസാനിക്കും. അതായത് വിനോദിന്റെ ഒരു വലിയ നിരീക്ഷണമാണ് ട്രംപ് നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസം CNN നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് 4 ആഴ്ചയാണ് അവർ ഇതിനു വേണ്ടി കണക്കുകൂട്ടിയ സമയം. ഒരുപക്ഷെ വി വിൽ ഫിനിഷ് ഫാർ അഹെഡ് ഓഫ് ഷെഡ്യൂൾ, അതായത് ഈ തീരുമാനിച്ചതിനേക്കാൾ വളരെ മുൻപ് ഇത് പര്യവസാനിപ്പിക്കാൻ തങ്ങൾക്ക് കഴിയും എന്ന ഒരു നിലപാട് ട്രംപ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ വിനോദ്, അത്ര വേഗത്തിൽ ഇത് പര്യവസാനിക്കും എന്ന് കരുതാനാകുമോ? ഒരുപക്ഷെ ട്രംപിൻ്റെ ഒരു ആത്മവിശ്വാസം അവരുടെ ഇപ്പോൾ പ്രതിരോധ മന്ത്രിയെ തകർത്തിരിക്കുന്നു. അതിനുശേഷം ചുമതല ഏറ്റെടുത്ത ആക്ടിംഗ് ഡിഫൻസ് മിനിസ്റ്റർക്ക് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്ന്, അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നൊക്കെ ചിലയിടത്തൊക്കെ വിവരങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ സ്ഥിരീകരിച്ചിട്ടില്ല. നമുക്ക് സ്ഥിരീകരിക്കാത്തത് കൊണ്ട് അതിലേക്ക് കടക്കുകയും വേണ്ട. പക്ഷേ അവിടുത്തെ പ്രധാനപ്പെട്ട ആളുകളെ ഒന്നിനു പുറകെ ഒന്നായി ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നു. പ്രധാനപ്പെട്ട പല ആളുകളും അവർക്ക് കൊല്ലപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ ട്രംപിൻ്റെ ആത്മവിശ്വാസം വല്ലാതെ വർദ്ധിക്കുന്നു എന്ന ഒരു തോന്നലുണ്ട്, അല്ലേ? മനു, മാജിദ് അൽ റാസ, അദ്ദേഹമാണ് ഇറാൻ്റെ പുതിയ പ്രതിരോധ മന്ത്രിയായി ചുമതലയേറ്റത്. റാസയെ കൊലപ്പെടുത്തി എന്ന ഏറ്റവും ഒടുവിലത്തെ വിവരം പുറത്തു വരുന്നു. മാത്രമല്ല, ഇപ്പോൾ ലെബനൻ ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുന്നു. അവിടെ ഹിസ്ബുള്ളയെയും അവസാനിപ്പിക്കും എന്ന നിലയ്ക്കുള്ള ഒരു പ്രഖ്യാപനമാണ് വന്നിട്ടുള്ളത്. ഹിസ്ബുള്ളയുടെ പാർലമെൻ്ററി വിഭാഗം തലവൻ മുഹമ്മദ് റാദ് നേരത്തെ തന്നെ കൊല്ലപ്പെട്ടിരുന്നു. അതോടൊപ്പം തന്നെ നയീം ഖാസിം, അത് ഹിസ്ബുള്ളയുടെ ഇപ്പോഴത്തെ നേതാവാണ്, പരമോന്നത നേതാവാണ്, ഹിസ്ബുള്ളയുടെ തലവനെയും കൊലപ്പെടുത്തും എന്ന കാര്യം നെതന്യാഹു അതൊരു പ്രഖ്യാപനമായി നടത്തിയിരിക്കുന്നു. പക്ഷേ മനു, ഈ യുദ്ധത്തിൻ്റെ കാര്യം പറയുമ്പോൾ മറ്റ് പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ എണ്ണ അതിൻ്റെ ഒരു വ്യാപാരവുമായി ബന്ധപ്പെട്ട് ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുമ്പോൾ ലോകരാഷ്ട്രങ്ങൾക്കുണ്ടാകുന്ന പ്രതിസന്ധി, ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ നേരിടേണ്ടി വരുന്ന പ്രശ്നമൊക്കെ നമ്മൾ സംസാരിക്കുമ്പോഴും ഈ മരണം അതൊരു വലിയ വേദന ഉണ്ടാക്കുന്ന സംഭവം തന്നെയാണ്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെയൊക്കെ മരണം. കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളുടെ സംസ്കാരം ഇന്ന് നടന്നു. ഏതാണ്ട് 169 കുഞ്ഞുങ്ങളാണ് സ്കൂളിലുണ്ടായിരുന്ന സമയത്ത് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അതാണ് വിനോദ് സൂചിപ്പിച്ചത്. വളരെ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യമാണ് വിനോദ്. എനിക്ക് ലഭിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് 787 ആളുകൾ മരിച്ചതായ ഔദ്യോഗിക സ്ഥിരീകരണം വരികയാണ് കേട്ടോ. ഇതിൽ 168 പേരിൽ അധികം കുട്ടികളാണ്, 14 അധ്യാപകരാണ്. അപ്പോൾ ഈ യുദ്ധവുമായി യാതൊരു ബന്ധവുമില്ലാത്ത മനുഷ്യരാണല്ലോ ഈ അധ്യാപകരും കുട്ടികളൊക്കെ. അപ്പോൾ ഇത്രയും ആളുകൾ അവിടെ കൊല്ലപ്പെടുന്നു. അത് നോക്കൂ, ഒരു ഗേൾസ് എലിമെൻ്ററി സ്കൂളിലേക്കാണ്. ഇത് സംബന്ധിച്ചുള്ള അമേരിക്ക ഇത് പരിശോധിക്കാം എന്ന് വ്യക്തമാക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സ്കൂളിലേക്ക് ആക്രമണം നടന്നുവെന്ന്, അതിന് പുറകിൽ വല്ല മിലിറ്ററി കേന്ദ്രങ്ങളുണ്ടോ, അവിടുന്ന് ഏതെങ്കിലും തരത്തിലുള്ള മിസൈൽ വിക്ഷേപണം നടന്നിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിക്കാം. അങ്ങനെ വന്നതുകൊണ്ടായിരിക്കാം സ്വാഭാവികമായി ആ പ്രദേശത്തേക്ക് ഒരു പ്രത്യാക്രമണം ഉണ്ടായത് എന്ന കണക്കുകൂട്ടലുകളുണ്ട്. അപ്പോൾ സ്വാഭാവികമായി ഈ ചോദ്യം ഉയരുകയാണ്. എലിമെൻ്ററി സ്കൂൾ പോലുള്ള ഒരു കേന്ദ്രം, കുഞ്ഞ് മക്കൾ, പെൺകുട്ടികളൊക്കെ പഠിക്കുന്ന ഒരു കേന്ദ്രത്തെ മറയാക്കി ഒരു ആക്രമണം നടത്തുക എന്നത്, അത് ആക്രമിക്കുന്നവരെക്കാൾ അതിനെ മറയാക്കി ആക്രമണം നടത്തുന്നവരും അതിക്രൂരമായൊരു വിനോദത്തിലാണ് അവിടെ ഏർപ്പെട്ടിരിക്കുന്നത്. കാരണം ഇത് മറയാക്കിയാൽ ഇത് കുട്ടികൾ കൊല്ലപ്പെടും. അങ്ങനെ വന്നാൽ അത് ഒരു വിക്ടിം കാർഡ് ലോക ജനതയ്ക്ക് മുന്നിൽ കാണിക്കാം എന്ന് കരുതിയാണോ ഈ ആക്രമണം നടത്തിയെന്ന സംശയം വളരെ വ്യാപകമാവുകയാണ്. ഏതായാലും ട്രംപ് ഒരു കാര്യം എടുത്ത് വ്യക്തമാക്കി പറയുന്നുണ്ട്. ദെയർ ലീഡർഷിപ്പ് ഈസ് ഗോൺ. ദെയർ ലീഡർഷിപ്പ്
ലീഡർഷിപ്പ് ഈസ് ഗോൺ എന്നാണ് ട്രംപ് പറയുന്നത്. ദെയർ എയർ ഡിഫൻസ്, എയർഫോഴ്സ്, നേവി ആൻഡ് ലീഡർഷിപ്പ് ഈസ് ഗോൺ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അവരുടെ എയർ ഡിഫൻസ് തകർന്നിരിക്കുന്നു, എയർഫോഴ്സ് തകർന്നിരിക്കുന്നു, നേവി തകർന്നിരിക്കുന്നു, ലീഡർഷിപ്പ് അവരുടെ നേതൃത്വം തകർന്നിരിക്കുന്നു. ദേ വോണ്ട് ടു ടോക്ക് എന്ന് ട്രംപ് പറയുന്നു. അപ്പോൾ അവരെ സമീപിക്കുന്നു, ചർച്ചകൾക്കായി ഇറാൻ സമീപിക്കുന്നു. ബട്ട് ഐ സെഡ് ഇറ്റ് ഈസ് ടു ലേറ്റ്. ഞാനതിന് അവരോട് കൊടുത്ത മറുപടി വല്ലാതെ വൈകിപ്പോയി, ഇനി അതിന് സാധ്യതയില്ല എന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ മിലിറ്ററി ഓപ്പറേഷൻസിൽ 3 റൗണ്ട് ചർച്ചകൾ നടന്നു. അങ്ങനെ ഒടുവിൽ ജനീവയിൽ ചർച്ചകൾ നടന്നു. ഇതെല്ലാം അലസി പിരിഞ്ഞതിന് ശേഷമാണ് ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുള്ളത്. അപ്പോൾ വിനോദ് നേരത്തെ ചൂണ്ടിക്കാണിച്ചത് ഈ സാമ്പത്തിക വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ലോക സാമ്പത്തിക ക്രമത്തിന് തന്നെ വലിയ ആഘാതമേൽപ്പിക്കാവുന്ന തരത്തിലേക്ക് യുദ്ധം നീങ്ങുന്നുണ്ടോ. ഹോർമുസ് കടലിടുക്ക് അടച്ചു. അനുബന്ധമായി യാത്രാ സംവിധാനങ്ങൾ പലയിടത്തും താറുമാറാകുകയാണ്. ലോക ബിസിനസ് അല്ലെങ്കിൽ വിപണി തന്നെ താറുമാറാകുകയാണ്. പലയിടത്തും ഈ വിപണിയിൽ ഇതിൻ്റെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇതിൻ്റെ പ്രതിഫലനങ്ങൾ കണ്ടു തുടങ്ങുന്നു. അങ്ങനെ എല്ലായിടത്തും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ലോകത്തെ നയിക്കുന്ന ഒരു ആക്രമണമായി ഇത് മാറുകയാണ് വിനോദ്. മനു, തീർച്ചയായിട്ടും. കാരണം ഈ ലോകത്തിൻ്റെ മൊത്തം എണ്ണ ആവശ്യത്തിൽ അതിൻ്റെ 1/5 വരുന്നത് ഹോർമുസ് കടലിടുക്ക് വഴിയാണ്. നമുക്ക് അറിയാം, ജോർദൻ ആകട്ടെ, കുവൈറ്റ്, ഖത്തർ, UAE, സൗദി, അതോടൊപ്പം തന്നെ ഒമാൻ. ഇതിൽ തന്നെ സൗദിയും ഒമാനും UAEയും ഒക്കെ വലിയ തോതിൽ എണ്ണ ഉൽപ്പാദന രാജ്യങ്ങളാണ്. ഇതിൻ്റെ ഹോർമുസ് കടലിടുക്കിൻ്റെ ഒരു വശത്ത് ഇറാൻ നിലകൊള്ളുന്നു. ഇറാനും ആ തരത്തിൽ തന്നെയാണ് വലിയ തോതിൽ ഈ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാജ്യമാണ്. ഇറാനിൽ തന്നെ ഇറാനിലെ ചഹവാൻ തുറമുഖത്തിൽ ഇന്ത്യയുടെ നിക്ഷേപമുണ്ട്. കാരണം അങ്ങനെ ഒരു വാണിജ്യ കരാറുമായി ബന്ധപ്പെട്ടൊക്കെ മുന്നോട്ട് പോകുന്നതാണ്. ആ തരത്തിൽ വരുമ്പോൾ ഈ കടലിടുക്ക് ഇറാൻ അടയ്ക്കുന്നു. അവിടെയാണ് ഈ പ്രതിസന്ധി വരുന്നത്. വിനോദ് തുടരണം. നമുക്ക്